എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ആലു ഗോപിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സ്വാത്വികമായ ഒരു ആലു ഗോപിയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ഒരു ആലു ഗോപി. അതിനായിട്ട് ഒരു വലിയ ഉരുളൻകിഴങ്ങ് ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ജീരകം, അവിയലിനൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകം ചേർക്കുക. ചെറിയ ജീരകം നന്നായിട്ട് പൊട്ടണം. നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ആദ്യമായിട്ട് ചേർക്കേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഈ എണ്ണയിൽ കിടന്നിട്ട് ചെറുതീയിൽ വേകണം. പച്ചക്കറികളൊക്കെ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ വേകണം. അങ്ങനെ ഉരുളൻകിഴങ്ങ് ഒരു 3/4 വേഗാകുമ്പോഴേക്കും കോളിഫ്ലവർ ചേർക്കണം. ഉരുളൻകിഴങ്ങിനേക്കാൾ പെട്ടെന്ന് കോളിഫ്ലവർ വേകും. അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് സമയത്ത് ചേർക്കുന്നതാണ് ഉത്തമം. ഇനി ഉരുളൻകിഴങ്ങ്, ചില ഉരുളൻകിഴങ്ങിന് ഒത്തിരി സമയം എടുക്കും വേകാനായിട്ട്, ചിലത് പെട്ടെന്ന് വേകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക. നമുക്കറിയാമല്ലോ എങ്ങനെ വേണമെന്ന്. അങ്ങനെ ചെറുതീയിൽ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് ഒന്ന് നന്നായിട്ട് വേകും. അങ്ങനെ ഉരുളൻകിഴങ്ങ് ഒരു 3/4 വേഗാകുമ്പോഴേക്കും കോളിഫ്ലവറും ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് വേകണം. അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കണം. കോളിഫ്ലവറും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഈ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് മാത്രമല്ല, മഞ്ഞളും ചേർക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ചെറുതീയിൽ കിടന്നിട്ട് നന്നായിട്ട് വേകട്ടെ. അടച്ചു വെക്കണം. ചെറുതീയായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്ത് തുറന്ന് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേകണം. നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കവും കൂടെ ചേർക്കാം. അതും ഒരു പ്രത്യേക രുചി തരും. ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രാമ്പൂ, പട്ട ഇങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ കൂടെ ചേർക്കാം. ഇപ്പോൾ ഞാൻ ഏലക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരയ്ക്കണം. കഷ്ണങ്ങളൊക്കെ വേകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്തത് കൊണ്ട് ചെറിയ ജലാംശമൊക്കെ പച്ചക്കറി കഷ്ണങ്ങൾക്കകത്തുനിന്ന് ഇറങ്ങി വരും. അങ്ങനെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കണം. തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഏലക്കയും ഒക്കെ ചേർന്ന് ആ അരപ്പ് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ഉള്ള മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളകാണെങ്കിൽ നല്ലതാണ്, കാരണം അധികം എരിവും വരില്ല, നല്ലൊരു നിറവും വരും. മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഗരം മസാലയുടെ പൊടി ചേർക്കാം. ഞാൻ ഏലക്ക ചേർത്തതുകൊണ്ട് പിന്നീട് ഗരം മസാലയുടെ പൊടി ചേർത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് യോജിക്കണം. തക്കാളിയുടെയൊക്കെ ഒരു പച്ചച്ചുവ നന്നായിട്ട് മാറണം. ചെറുതീയിൽ വെച്ചിട്ടായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ തക്കാളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു റോ സ്മെല്ല് അതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം, ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്, ഈ കഷ്ണത്തിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച്, വളരെ കുറച്ച് വെള്ളം മതി, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിക്കട്ടെ. ഉപ്പും പുളിയുമൊക്കെ നോക്കുക, എല്ലാം പാകമാണോ എന്ന് നോക്കുക. വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഈ സമയത്ത് ചേർക്കാം. അത് കൂട്ടാൻ ഒന്നും കൂടെ രുചി വരുത്തും. അവസാനം ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാം. ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ല ഒരു ആലു സബ്ജിയാണ്. ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിക്കാനും സാധിക്കും.